ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, ഏതായാലും ജസ്റ്റ് ബ്രോ അതൊന്ന് എഴുതാമോ? പേരാണോ റിലേഷൻ ആണോ എഴുതേണ്ടത്? ആളുടെ പേര് എഴുതിയാൽ മതി. ജർമ്മൻ വേർഡ് എഴുതണ്ട, ആളുടെ റിയൽ നെയിം. ഓക്കെ. അല്ല അത് വേണ്ട, അത് ഓക്കെ എഴുതിയിട്ടുണ്ടോ? എഴുതി. അത് ക്ലോസ് ചെയ്ത് വെച്ചോളൂ, ബുക്ക് ടേബിളിൽ വെച്ചോ. ഇപ്പോൾ ഞാൻ എഴുതിക്കാൻ കാരണം എന്താ വെച്ചാൽ ബ്രോയുടെ മനസ്സിൽ ആ ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നമ്മളിപ്പോൾ ദൃശ്യം സിനിമയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ, ദൃശ്യമാണ് ഏറ്റവും ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിയുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ, ആളുടെ ആളുടെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാം, ആളുടെ പേര് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ആളായിട്ടുള്ള റിലേഷൻ എന്താണ്, ആള് അത്രയും അറ്റാച്ച്ഡ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം മോസ്റ്റ്ലി നമുക്ക് അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. റിലേറ്റീവ് അല്ല, ഫാമിലി മെമ്പറാണ് അല്ലേ? ഫാമിലി മെമ്പർ അല്ലേ ബ്രോഡ്? തന്നെ ഫാമിലി മെമ്പർ, ഓൺ ഫാമിലി മെമ്പർ. ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ, അമ്മ, ബ്രദേഴ്സ് ഉണ്ടായിരിക്കും. അല്ല, അമ്മയാണോ അല്ലേ? അമ്മയാണോ? ഓക്കെ, അമ്മയുടെ പേരാണ്. അപ്പോൾ വരുൺ ബ്രോയുടെ അമ്മയുടെ പേര് അറിയാൻ എനിക്കൊരു ചാൻസ് ഇല്ലല്ലോ. ഇല്ലല്ലോ. ജസ്റ്റ് ആ അമ്മയുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യുക, മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അമ്മയുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യുക. പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ റിപ്പീറ്റ് ചെയ്താൽ മതി, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക. വരുൺ ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇവിടുത്തെ ഈ ഡോറ് തുറന്നിട്ട് അമ്മ അകത്തേക്ക് വരികയാണ്. അപ്പോൾ ജസ്റ്റ് വരുൺ ബ്രോ ഒന്ന് ഹായ് കൊടുക്ക്. ഹായ് വത്സല അമ്മ. അതെ, അതല്ലേ? അങ്ങനെയാണ് സത്യം. ഓ കിടിലോ, അടിപൊളി. അയ്യോ ഭയങ്കര കേട്ടോ. അയ്യോ എനിക്ക് സീരിയസ്ലി എൻ്റെ അമ്മ, ഞാൻ 9th പഠിച്ചപ്പോൾ മരിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു ബോണ്ടിങ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അയ്യോ ഭയങ്കര കിടിലം കേട്ടോ, ഒരു രക്ഷയില്ല ബ്രോ.